SP ഓഫീസിലേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷം ഉണ്ടായിരിക്കുകയാണ്. നിയമസഭയിലേക്ക് മടങ്ങിയെത്താം. അവിടെ ജലപീരങ്കി പ്രയോഗിക്കുന്നു, ബാരിക്കേഡുകൾ മറിച്ചിടാൻ ശ്രമിക്കുന്നു, വടികൾ ഉപയോഗിച്ച് കൊടികെട്ടിയ വടി ഉപയോഗിച്ച് പോലീസിനെ അടിക്കാൻ ശ്രമിക്കുകയാണ്. ബാരിക്കേഡിന് മുകളിലൂടെ KSU പ്രവർത്തകർ ചാടി അകത്തേക്ക് കയറുകയാണ്. തത്സമയ ദൃശ്യം. അജിത് ബാബു വിവരങ്ങൾ നൽകാൻ പാലക്കാട് നമുക്കൊപ്പം ചേരുകയാണ്. നമ്മുടെ ക്യാമറയിൽ ഉൾപ്പെടെ വെള്ളം വീണിട്ടുണ്ട്. അജിത്ത്, എപ്പോഴായിരുന്നു ഈ മാർച്ച് ആരംഭിച്ചത്? ഇപ്പോഴത്തെ സ്ഥിതി? അല്പസമയത്തിന് മുമ്പാണ് മാർച്ച് ആരംഭിച്ചത്. ഈ മാർച്ച് ആരംഭിച്ചതിന് പിന്നാലെ ഇത്തരത്തിൽ ഉദ്ഘാടനം കഴിഞ്ഞ് റിജിൽ മാക്കുറ്റിയാണ് ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ തുടങ്ങിയത് കൂടി 2 റൗണ്ട് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞ് 100-ലധികം വരുന്ന പ്രവർത്തകരാണ് ഇത്തരത്തിൽ മാർച്ചുമായി ഇന്ന് ഈ SP ഓഫീസിലേക്ക് എത്തിയത്. പോലീസ് അതിക്രമങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ പ്രകടനം KSUവിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. വലിയ തരത്തിലുള്ള സംഘർഷ സാധ്യത ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്ന് കണക്കിലെടുത്ത് പോലീസ് വൻ ക്രമീകരണങ്ങൾ ഒരുക്കി. അത്തരത്തിലുള്ള പോലീസിന്റെ സന്നാഹം ഉൾപ്പെടെയുണ്ട്. 100-ന് മുകളിൽ KSU പ്രവർത്തകർ ഇവിടെ പ്രതിഷേധവുമായി എത്തുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഏതാണെങ്കിലും ഈ പ്രതിഷേധം ഇപ്പോഴും ശക്തമായി തുടരുകയാണ്. 2 റൗണ്ട് ഇതിനകം തന്നെ ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞു. കാണാവുന്നത് പോലെ ഈ ബാരിക്കേഡിന് മുകളിൽ ഉൾപ്പെടെ കയറി നിന്നുകൊണ്ട് ഇത്തരത്തിൽ പ്രതിഷേധിക്കുന്ന സാഹചര്യമാണ്. വിദ്യാർത്ഥികളാണ്, തീവ്രവാദികളല്ല എന്നുൾപ്പെടെയുള്ള ബോർഡുകൾ ഉൾപ്പെടെ പിടിച്ചുകൊണ്ടാണ് KSU പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തുന്നത്. പിരിഞ്ഞു പോകാൻ തയ്യാറാവുന്നില്ല. അതായത് ഉദ്ഘാടനത്തിന് ശേഷവും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകാതെ വന്നതോടുകൂടിയാണ് 2 റൗണ്ട് ഇതിനോടകം തന്നെ ജലപീരങ്കി പ്രയോഗിച്ചത്. പോലീസിനെ ഈ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമമാണ് KSU പ്രവർത്തകരുടെ ഭാഗത്തുണ്ട്. ബാരിക്കേഡ് 2 തട്ടായിട്ടാണ് കെട്ടിയിരിക്കുന്നത്. സാധാരണ നമുക്കറിയാം ബിനിൽ ഒരു റൗണ്ടായിട്ടാണ് കെട്ടുന്നത്. പക്ഷേ ഇത് 2 റൗണ്ട് അപ്പുറത്തുമായി 2 ബാരിക്കേഡുകൾ കൂട്ടി. അതുകൊണ്ട് അത് മറച്ചിടുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. മാത്രമല്ല വടം കൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കൂട്ടിക്കെട്ടിയിട്ടുണ്ട്. മറച്ചിടാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ഈ ശക്തമായ ജലപീരങ്കി നല്ല പവറുള്ളതുകൊണ്ട് വിദ്യാർത്ഥികളൊക്കെ ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതാണെങ്കിലും ഈ പ്രതിഷേധം ശക്തമായി തന്നെ KSU തുടരുകയാണ്. പോലീസ് 3-ാം റൗണ്ട് ജലപീരങ്കി പ്രയോഗിക്കാനുള്ള നിർദ്ദേശം നൽകി. അല്പസമയത്തിനുള്ളിൽ 3-ാം റൗണ്ട് ജലപീരങ്കി പ്രയോഗിക്കും. 3-ാം റൗണ്ട് ജലപീരങ്കി നിർദ്ദേശം ഇതിനകം നൽകി കഴിഞ്ഞു. അത്തരത്തിൽ പ്രവർത്തകർ കമ്പും കൊടികളും എല്ലാം പോലീസ് വലിച്ചെറിയുന്ന സാഹചര്യം ഈ പ്രതിഷേധ സമരം Yeah.
അടുത്ത റൗണ്ട് ജലപീരങ്കി ഇപ്പോൾ തന്നെ പ്രയോഗിക്കും. അതാ പ്രയോഗിച്ചിരിക്കും. KSU പ്രവർത്തകരോട് ആ സൈൻ ബോർഡിൽ പിടിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്ന KSU പ്രവർത്തകരോട് സംസാരിക്കാൻ പോകുന്നതിനിടെ ഒരു പോലീസുകാരൻ്റെ നേർക്കും ജലപീരങ്കി വന്നടിച്ചു. പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ അവിടെ തന്നെ തുടരുന്ന ഒരു കാഴ്ചയാണ് പാലക്കാട് നിന്ന് കാണാനാകുന്നത്. അജിത്ത് നമുക്കൊപ്പം തുടരുന്നുണ്ട്. അജിത്ത്, 3 റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചിട്ടും KSU പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല. ശക്തമായ സമരമാണ്. അതാണ് ശക്തമായ സമരമാണ് KSUവിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഇതിനോടകം തന്നെ ചില പ്രവർത്തകർ യുദ്ധത്തിൽ ഈ ബാരിക്കേഡ് മറികടന്ന് ഇപ്പുറത്ത് കടക്കുകയും അവരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഒരു തരത്തിലും പിരിഞ്ഞു പോകാൻ തയ്യാറല്ല എന്നുള്ളതാണ് KSU പ്രവർത്തകർ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. ശക്തമായ പ്രതിഷേധം KSUവിന്റെ ഭാഗത്തുണ്ടാകുന്നു. വിവിധയിടങ്ങളിൽ നടന്ന പോലീസ് അതിക്രമവുമായി ബന്ധപ്പെട്ട നിരവധിയായ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ KSU പാലക്കാട് SP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നത്. KSU പ്രവർത്തകരെ മുഖംമൂടി അണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവം ബന്ധപ്പെട്ട് പട്ടാമ്പിയിൽ SHOയുടെ വീട്ടിലേക്ക് നടത്തിയ മാർച്ചിൽ KSU പ്രവർത്തകർക്ക് മർദ്ദനമേറ്റ സംഭവങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്ന് ഇത്തരത്തിൽ SP ഓഫീസോട് പാലക്കാട് SP ഓഫീസിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിച്ചത്. ആ ഓഫീസിലാണ്, ആ പ്രതിഷേധത്തിലാണ് ഇപ്പോൾ റിജിൽ മാക്കുറ്റി ഉദ്ഘാടനം ചെയ്തതിനു ശേഷം വലിയ തരത്തിലുള്ള അത് സംഘർഷത്തിലേക്ക് കിടക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇതിനോടകം തന്നെ 3 റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. ശക്തമായി ഈ സമരവുമായി മുന്നോട്ട് പോകുമെന്നുള്ളത് ഇപ്പോഴാണ് നേതാക്കൾ പറയുന്നത്. ഒരു തരത്തിലും തങ്ങൾ പിരിഞ്ഞു പോകാൻ തയ്യാറല്ല. ഇതിനോടകം തന്നെ ബാരിക്കേഡ് മറികടന്ന ചില പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. എന്നാലും ബാക്കിയുള്ള പ്രവർത്തകർ ശക്തമായ പ്രതിഷേധം തുടരുന്ന പശ്ചാത്തലമാണുള്ളത്. അതിശക്തമായ സമരം KSUവിന്റെ ഭാഗത്തുണ്ടാകുന്നു. ഈ സമരത്തിൽ കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട്. ഏതാണ്ട് 150-ന് മുകളിൽ വിദ്യാർത്ഥികൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി മുദ്രാവാക്യം വിളിച്ച് ശക്തമായ സമരം ഉണ്ടാകുന്നു. ഞാൻ നേരത്തെ പിന്നിലോട് സൂചിപ്പിച്ചു, ഇത് 2 റൗണ്ടായിട്ടാണ് ഈ ബാരിക്കേഡ് കെട്ടിയിരിക്കുന്നത്. ഒരു ബാരിക്കേഡല്ല, 2 ബാരിക്കേഡുകൾ കൂട്ടിക്കെട്ടിയാണ് ഇത് ഈ ബാരിക്കേഡ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മറികടക്കലോ മറിച്ചിടലോ അസാധ്യമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രവർത്തകർ അതിന് ശ്രമിച്ചിട്ടും അത് കഴിയാതെ വരുന്നത്. വീണ്ടും ബാരിക്കേഡ് മറിച്ചിടാൻ KSU പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടാകുന്നു. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമം ഉണ്ടാകുന്നു. പോലീസ് 4ാം റൗണ്ടും ജലപീരങ്കി പ്രയോഗിച്ചു. ഭാഗമായി ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചതോടുകൂടി 4ാം റൗണ്ടും ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. ശക്തമായ പ്രതിഷേധം KSU പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. 4 ബിനിലെ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. അജിത്ത്, വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ അവിടെ മുദ്രാവാക്യം വിളിച്ച് ജലപീരങ്കി മുമ്പിൽ നിൽക്കുന്നുണ്ട് അല്ലേ?
അജിത്ത്, വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ സമരത്തിന്റെ മുന്നിൽ ജലപീരങ്കിക്ക് മുന്നിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് കാണാം. പോലീസിനെ കാര്യമായി പ്രകോപിപ്പിക്കുന്നുണ്ട്, പക്ഷേ പോലീസ് സമീപനം പാലിക്കുന്നുണ്ട് അല്ലേ? ബിനിൽ പോത്തൻ ഇതാ ഈ ജലപീരങ്കി പ്രയോഗിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ പ്രവർത്തകർ വീണ്ടും സംഘടിച്ചെത്തി ബാരിക്കേഡ് മറിച്ചിടാൻ വീണ്ടും ശ്രമം തുടരുകയാണ്. അതായത് ഒരു തരത്തിലും പിരിഞ്ഞു പോകാൻ തയ്യാറല്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ടുള്ള സമരമാണ് KSUവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ശക്തമായ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. ബിന്നിൽ സൂചിപ്പിച്ച പോലെ ധാരാളം വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ ഈ സമരത്തിന്റെ ഭാഗമായി രംഗത്തുണ്ട്, ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി രംഗത്തുണ്ട്. ഈ സമരം നേരത്തെ തന്നെ അക്രമാസക്തമാകുന്ന നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള പോലീസ് സന്നാഹം ഉൾപ്പെടെ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും അധികം ബാരിക്കേഡൊക്കെ ഇത്രയും ശക്തമായി കെട്ടിയത്. അല്ലെങ്കിൽ ഒരു റൗണ്ട് ബാരിക്കേഡ് ആയിരുന്നെങ്കിൽ, ഒരു ബാരിക്കേഡ് മാത്രമായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ പ്രവർത്തകർക്ക് ഇതിനോടൊക്കെ ഇത് മറിച്ചിടാൻ കഴിഞ്ഞേനെ. പക്ഷേ ഇത് അത്രത്തോളം കൂട്ടിക്കെട്ടിയാണ് ഈ ബാരിക്കേഡ് നിർമ്മിച്ചിരിക്കുന്നത്. അതാണിത് മറിച്ചിടാൻ ഇതുവരെ KSU പ്രവർത്തകർ കഴിയാവുന്നത്. ശക്തമായ പ്രവർത്തനം, ശക്തമായ പ്രതിഷേധം. ഇതായി വീണ്ടും ബാരിക്കേഡ് മറിച്ചിടാൻ, അതായത് ബാരിക്കേഡ് മറിച്ചിടാൻ വീണ്ടും ശ്രമിക്കുകയാണ്. അതാ പോലീസ് അടുത്ത റൗണ്ട് ജലപീരങ്കിക്കുള്ള നിർദ്ദേശവും നൽകി കഴിഞ്ഞു. അഞ്ചാം റൗണ്ട് ജലപീരങ്കിക്കുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞു. പിരിഞ്ഞു പോയില്ലെങ്കിൽ 5ാം റൗണ്ട് ജലപീരങ്കി പ്രയോഗിക്കുന്ന നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഇത് മറിച്ചിടാൻ, ബാരിക്കേഡ് മറിച്ചിടാൻ അജിത്ത്, ഒരു വരുൺ വാഹനം മാത്രമേ ഉള്ളൂ. ആ വരുണിലെ വെള്ളം തീർന്നാൽ മറ്റൊരു വരുൺ വാഹനം ഉണ്ടോ അവിടെ? ഇല്ല, ഒരു ഒറ്റ വരുൺ വാഹനം മാത്രമാണ് നിലവിലുള്ളത്. പക്ഷേ പോലീസ് വലിയ തരത്തിലുള്ള പോലീസ് സന്നാഹം കൂടിയുണ്ട്. ഇത് ഇവിടെ നിൽക്കുന്നതിന് അപ്പുറത്തേക്ക് പുറകിലേക്കും പോലീസ് സന്നാഹമുണ്ട്. ശക്തമായ പോലീസ് സുരക്ഷയുണ്ട്. അപ്പോൾ ഈ ബാരിക്കേഡ് മറികടന്ന് അപ്പുറത്തേക്ക് എത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഏതാണ്ട് 3-4 പ്രവർത്തകർ അപ്പുറത്തേക്ക് ബാരിക്കേഡ് മറികടന്ന് ചാടിയിരുന്നു. അവർ എടുത്തിട്ടുണ്ട്. മറ്റുള്ള പ്രവർത്തകരാണ് ഇവിടെ പ്രതിഷേധിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നതിന് കുറച്ച് വിദ്യാർത്ഥികൾ പുറകിലൂടെ നിൽക്കുന്നുണ്ട്. അതായത് ഒരു 150-ന് മുകളിൽ വിദ്യാർത്ഥികൾ ഇപ്പോഴും ഈ KSU പ്രവർത്തകർ ഇവിടെ സമരവുമായി ബന്ധപ്പെട്ട് നിലയുറപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു വനിതാ പ്രവർത്തക ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമമാണ്. ഒരു വനിതാ പ്രവർത്തക ബാരിക്കേഡ് മറികടക്കാനുള്ള, ഒന്നിലധികം വനിതാ പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അവർ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ബാരിക്കേഡ് മറികടന്ന് അപ്പുറത്തേക്ക് കടക്കാനുള്ള ശ്രമമാണ്. പോലീസ് ബാരിക്കേഡിന്റെ മുകളിലേക്ക് വനിതാ പ്രവർത്തകർ കയറിക്കൊണ്ട് KSUവിന്റെ കൊടി ഉയർത്തി വീശുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇത്തരത്തിൽ അവർ പ്രതിഷേധം സാഹചര്യമാണുള്ളത്. ഓക്കെ, അജിത് ബാബു ആണ് പാലക്കാട് KSUവിന്റെ SP ഓഫീസ് മാർച്ചിന്റെ വിവരങ്ങൾ നൽകിയത്. 4 റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാതെ ബാരിക്കേഡ് മറിച്ചിടാനും പോലീസിനെ പ്രകോപിപ്പിക്കാനുള്ള സമരം തുടരുകയാണ്. പോലീസ് അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചും KSU നേതാക്കളെ മുഖംമൂടി അണിയിച്ച് പോലീസ് സ്റ്റേഷനിൽ കോടതിയിൽ ഹാജരാക്കിയതിൽ പ്രതിഷേധിച്ചുമാണ് KSU പാലക്കാട് SP ഓഫീസിലേക്ക് ശക്തമായ പ്രതിഷേധ മാർച്ച് നടത്തുന്നത്.